പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ റമളാനിലെ ആദ്യത്തെ ഒരു വ്ളോഗാണ് ചെയ്യുന്നത്. ഒരു വൈകുന്നേരത്തെ കുറച്ച് ഇഫ്താർ പ്രിപ്പറേഷൻസ് അതാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആ കുട്ടികൾ ഗൂഗിൾ ഹോം വെച്ചിട്ട് കുറച്ച് കളികളൊക്കെ കളിക്കുകയാണ്. ക്വിസ് പോലെ ചെയ്യുന്നതാണ്. ഇതിൽ അത്യാവശ്യം നല്ല കളികളൊക്കെ ഉണ്ട് കേട്ടോ. രണ്ടുപേർക്ക് ചോദിക്കാൻ പറ്റിയതും കുറേ കളികൾ ഉണ്ട്. ഇതൊരു 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റ് വാങ്ങിച്ചിട്ട് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ചേക്കുന്നതാണ്. വൈകുന്നേരം നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ട് ചിക്കൻ പുട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ കാണുന്നത്. 1/2 കിലോ ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് വയ്ക്കുക. പിന്നെ നമുക്ക് അതിന് വേണ്ടിയുള്ള മസാലയ്ക്ക് വേണ്ടി 2 സവാള നമ്മൾ ചോപ്പറിൽ മിൻസ് ചെയ്ത് നല്ല പൊടിയായിട്ട് മിൻസ് ചെയ്തെടുക്കുക. ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് പേസ്റ്റ് ആക്കിയത് ആഡ് ചെയ്തതിന് ശേഷം വേപ്പില, പിന്നെ മല്ലിയില, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ചേർക്കാം. പിന്നെ നന്നായി വഴന്നു വരുമ്പോൾ മസാലപ്പൊടികൾ ചേർക്കുക. ഇതെല്ലാം നന്നായി മുരിഞ്ഞ് വരുമ്പോൾ ചിക്കൻ മിൻസ് ചെയ്തത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ഡ്രൈ മസാല കിട്ടും. അതാണ് നമ്മൾ ചിക്കൻ പുട്ടിനകത്തോട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറൊരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തൊരു ചാനലാണ്. അങ്ങനെ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. എനിക്കിങ്ങനെ ഒരു റെസിപ്പി ഇടണമെന്ന് തോന്നുമ്പോൾ ഇടാൻ വേണ്ടി ഒരു ചാനൽ. അപ്പോൾ ഈ റെസിപ്പിയുടെ ഡീറ്റെയിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ആ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് കാണാമല്ലോ. അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സവാള നന്നായിട്ട് മിൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനകത്തോട്ട് കുറച്ച് ജിഞ്ചർ പേസ്റ്റ്, ഗാർലിക് പേസ്റ്റ്, പിന്നെ ഗ്രീൻ ചില്ലി പേസ്റ്റ്, ഇത് മൂന്നും ഞാൻ പേസ്റ്റ് ആക്കിയിട്ട് ക്യൂബ്സ് ആക്കി ഫ്രീസറിൽ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അതാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ഇഫ്താറിനുള്ള പ്രിപ്പറേഷൻസിൽ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ലതാണല്ലോ. അപ്പോൾ അത് ഞാൻ നോമ്പിൻ്റെ തുടക്കത്തിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. പിന്നെ വേപ്പില ചേർക്കുക. അതുപോലെ ആവശ്യത്തിന് മല്ലിയിലയും ചേർക്കുക. മല്ലിയില നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. വളരെ നന്നായി മൊരിഞ്ഞ് വരണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. ഇതാ ഞാൻ ആവശ്യത്തിന് കുറച്ച് മല്ലിയിലയും ചേർക്കുകയാണ്. മല്ലിയില നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കൊടുക്കുന്നത്. പിന്നെ അതാ നമ്മൾ മിൻസ് ചെയ്തെടുത്ത ചിക്കൻ ഞാൻ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്നത് അതിൽ ബാക്കിയുള്ള വെള്ളം എന്തെങ്കിലും അംശം ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ആഡ് ചെയ്യുന്നത് കുറച്ച് സാധാരണ മുളക് പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, പെരിഞ്ജീരകം, പിന്നെ ചതക്കാത്ത കുരുമുളകില്ലേ, ഹോൾ പെപ്പർ കോൺസ്, അത് ശ്രദ്ധിക്കേണ്ടത് മല്ലിപ്പൊടി ചേർക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ആഡ് ചെയ്യുന്നത്. ഗരം മസാലയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി, അതായത് ഞാനിപ്പോൾ ചേർത്തേക്കുന്ന എല്ലാം ചെറിയ ചെറിയ ഓരോ ടീസ്പൂൺ കണക്കിനാണ്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കാം, പെരിഞ്ജീരകം ഹോളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. കുട്ടികൾ ഇതാ അവിടെ മാസ്റ്റർ ഷെഫ് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അവർക്ക് നല്ല ഇഷ്ടമാണ് അത്. ആമസോൺ പ്രൈമിൽ അത് ഒരു സീരീസ് ആയിട്ട് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ പരിപാടി അത് കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. 1 കിലോ ചിക്കന് എനിക്ക് മസാല കുറച്ച് കുറവായി തോന്നി. അപ്പോൾ കുറച്ച് മസാല കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവർ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ. ഈ ഒരു മസാല നമുക്ക് ഒരുപാട് സ്നാക്സ് ഉണ്ടാക്കാൻ നമുക്ക് നല്ല എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് പ്രത്യേകിച്ച് നമ്മൾ സാൻഡ്വിച്ച് ഐറ്റംസ്, അതുപോലെ ചില ഇറച്ചിപ്പോള, അങ്ങനെ പിന്നെ സമൂസ, കട്ട്ലറ്റ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസിനും ഇങ്ങനെ ഒരു മസാല തയ്യാറാക്കി വെച്ചാൽ നമുക്ക് പല രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ചിക്കൻ അട, സമൂസ, കട്ട്ലറ്റ്, സാൻഡ്വിച്ച്, പിന്നെ ഇറച്ചിപ്പോള, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. കുറച്ച് കാരക്ക വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നോമ്പ് തുറക്കാൻ വേണ്ടി.
അപ്പോൾ ഇതാ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. പുട്ട് നനച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുട്ടിനോട്ട് ഞാൻ കുറച്ച് തേങ്ങ തിരുമ്പി ചേർക്കുകയാണ്. അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. പുട്ട് നമുക്ക് സാധാരണ പുട്ടുകുറ്റി, നീളത്തിലുള്ള കുറ്റിയിലാണെങ്കിലും ചിരട്ട പുട്ടുകുറ്റിയിലാണെങ്കിലും ഏതിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിതിൽ ചെയ്യുന്നത് കുറച്ച് തേങ്ങ ഇടുക, പിന്നെ ചിക്കൻ ഈ നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കൻ മസാല ഇടുക, പിന്നെ ഒരു ലെയർ പുട്ട് ചേർക്കുക, പിന്നെ വീണ്ടും തേങ്ങ, പിന്നെ വീണ്ടും ചിക്കൻ മസാല, അതുപോലെ പിന്നെ പുട്ട്, അങ്ങനെ ചെയ്ത് ലെയർ ചെയ്ത് പുട്ടുകുറ്റി നിറച്ചെടുക്കുക. ഞാൻ കുറച്ച് ഉന്നയ്ക്ക ഓൾറെഡി ഉരുട്ടി വെച്ചിരുന്നു. അപ്പോൾ അത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ റെഡിയാക്കണം. അപ്പോൾ ഇന്ന് എടുക്കുന്നത് ആപ്പിളും പൈനാപ്പിളും ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. പൈനാപ്പിളിന് ഇച്ചിരി മധുരം കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് എടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ പുട്ട് ഇവിടെ റെഡിയാവുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നേരത്തെ വെള്ളത്തിലിട്ട കാരക്ക, ഡ്രൈ ഈന്തപ്പഴം, അത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇഫ്താറിന് കഴിക്കുന്നത് വളരെ നല്ല കേട്ടോ. അതുപോലെ ബദാം വെള്ളത്തിലിട്ട് തൊലി കളഞ്ഞ് കഴിക്കുക, കാഷ്യൂസ്, പിന്നെ ആപ്രിക്കോട്ട്സ്, ഡ്രൈ ആയിട്ടുള്ളതും അല്ലാത്തതും, ഓറഞ്ച് കളറിലുള്ളത്, പിന്നെ പലതരത്തിലുള്ള ഡേറ്റ്സ്. അതിൽ അജുവ ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കറുത്ത നിറത്തിലുള്ളൊരു ഡേറ്റ്സ് ഉണ്ട്. അത് ഭയങ്കര ഹെൽത്തിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ അത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അത്തിപ്പഴം, പിന്നെന്താ പ്ലംസ് ഉണക്കിയത്, അങ്ങനെ പലതരത്തിലുള്ള ഇത് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത് നല്ല കാലറി റിച്ചും ഹെൽത്തിയുമാണ്. ഇനി കുറച്ച് വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടാക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ കുമ്മട്ടിങ്ങ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് മിക്സിയിലിട്ട് അടിക്കാൻ പോയപ്പോഴും ഓർത്തത് കുറച്ച് മിൻറ്റും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലതായിരിക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ മിൻറ്റ് മോള് പറിച്ചെടുക്കുകയാണ്. അപ്പോൾ വെയിലത്തുനിന്ന് കുറച്ച് മാറ്റി വെച്ചപ്പോൾ മുന്നത്തേലും നന്നായി കിട്ടി കേട്ടോ പുതിന. അപ്പോൾ അത് കുറച്ച് എടുത്തിട്ട് ഇതാ അതിൽ നിന്ന് ജ്യൂസ് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ പുട്ട് വെന്ത് കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ, ഇടയിൽ ചിക്കൻ ഇങ്ങനെ ഇടയ്ക്ക് ഫില്ലിങ് വെച്ചിട്ട് ഇങ്ങനെ കുത്തിയിടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാല്ലേ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഉന്നയ്ക്ക കൂടാതെ കുറച്ച് 1-2 സ്നാക്സ് നമ്മൾ സെപ്പറേറ്റ് പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ബീഫിൻ്റെ കറി, തേങ്ങാക്കൊത്തും ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ബീഫിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടില്ലേ, ആ ബീഫ് റെസിപ്പി ഉണ്ടായിരുന്നു. ബീഫ് വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ പുട്ടിന് ബീഫ് കൂട്ടി കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാമല്ലോ. അപ്പോൾ ആ നോമ്പ് തുറക്കുന്ന സമയമായി. സ്നാക്സും വെള്ളവും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ആയിട്ട് നമ്മൾ നോമ്പ് തുറക്കുകയാണ്. എത്ര നേരത്തെ പാത്രങ്ങൾ കഴുകി വെച്ചാലും കുറച്ചധികം പാത്രങ്ങൾ എന്തായാലും ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെ വേഗം തന്നെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. രാത്രി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ചില സമയങ്ങളിൽ നമ്മൾ ഇച്ചിരി ചോറ് കഴിക്കാറുണ്ട്. അപ്പോൾ അന്ന് തയ്യാറാക്കിയത് ചോറും ചീരത്തോരനും പിന്നെ മൂവാണ്ടൻ മാങ്ങ വെച്ചിട്ടുള്ള നല്ലൊരു മാങ്ങ ചമ്മന്തിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.